അപ്പോൾ ഈ പുള്ളിനെ ശരിയാക്കണമെങ്കിൽ, ഈ ബിസിനസ്സുകാരനെ ശരിയാക്കണമെങ്കിൽ ഞാൻ എന്തൊക്കെ പറയണം? അയാളോട് കള്ളുകൂടി നിർത്താൻ പറയണം, സ്മോക്കിംഗ് നിർത്താൻ പറയണം. അപ്പോൾ പുള്ളിയോട് ചോദിക്കും എന്തിനാ ജീവിക്കണേന്ന്. പരീക്ഷാപ്പനി എന്നൊക്കെ നമ്മൾ പറയാല്ലേ, പരീക്ഷ വരുമ്പോൾ ആ പരീക്ഷയിൽ നിന്ന് ഒഴിവാകാനായിട്ട്, ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് ചിലപ്പോൾ പനിയുണ്ടെന്ന് പറഞ്ഞ് മാറുന്നൊരു അവസ്ഥയുണ്ട്. സൂത്രപ്പണിയുണ്ട്, അറിഞ്ഞുകൊണ്ടൊപ്പിക്കുന്ന പണി. എനിക്ക് തോന്നുന്നു അവരുടെ ഡയറ്റും പിള്ളേരുടെ വളരെയധികം വ്യത്യാസമുണ്ട്. ഇപ്പോൾ ലേസ്, ബേക്കറി ഐറ്റംസ് ഒക്കെ ഇപ്പോൾ ഒരു ഡെയിലി, നമുക്കൊക്കെ വീക്കെൻഡിലോ മന്ത്ലി വല്ലപ്പോഴൊക്കെ ഒരു ഗിഫ്റ്റ് പോലെ, സമ്മാനം പോലെ കിട്ടിയിരുന്ന സ്പെഷ്യൽ ഫുഡുകളെല്ലാം ഇപ്പോൾ ഡെയിലി അവൈലബിലിറ്റി ആയി. ആ ഒരു സ്ഥലത്ത് ഇത് വായിച്ചിട്ടുണ്ട്. അതായത് ഈ നമ്മളുടെ വിസർജനമാണല്ലോ ഈ മലമായിട്ട് പുറത്തേക്ക് പോകുന്നത്. അതെ, അത് തന്നെ ശുദ്ധീകരിച്ച് നമ്മൾ വേറെ ആൾക്ക് ഇൻസ്റ്റോൾ ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റിനെ പറ്റിയൊക്കെ, അതൊക്കെ ശരിയാണോ? ഉള്ള ട്രീറ്റ്മെന്റ് ആണ് ഇപ്പോൾ. ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന വേറൊരു സംഭവം ഉണ്ടല്ലോ. ഇപ്പോൾ ചിലർക്ക് ഒരു ഹോട്ടലിൽ പോയി തങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒരു പുറത്ത് ഒരു ട്രാവലിന് പോകുമ്പോഴോ ഒക്കെ അവർക്ക് അവിടുത്തെ ടോയ്ലറ്റിൽ പോകാൻ ഒക്കില്ല. സ്വന്തം വീട്ടിൽ തിരിച്ചു വന്നാലേ പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു തമാശ ഉണ്ട്. ഒരസുഖം സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. പ്രിവെന്റ് ചെയ്യും അല്ലേ? അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്നൊരു അസുഖമില്ല, അത് കുറവാണ്. അതാണ്. അവര് അൾസറേറ്റീവ് കൊളൈറ്റിസ് ഉള്ള ആൾക്കാർ സ്മോക്കറാണെന്ന് വിചാരിച്ചു, പെട്ടെന്ന് സ്മോക്കിംഗ് നിർത്തി കഴിഞ്ഞാൽ അസുഖം കൂടും. അങ്ങനെയുണ്ട്. അതുകൊണ്ട് അത് ലോകത്തിലെ സ്മോക്ക് ചെയ്യുന്ന പുണ്യാളന്മാർക്കൊക്കെ വലിയ ഗുഡ് ന്യൂസ് ആയിരിക്കുമല്ലോ അത്. ഹായ് അഭിനോയ്. ഹലോ അനിൽ. ഒരു സ്റ്റുഡിയോയിൽ കണ്ടുവിട്ടെന്ന് വിചാരിച്ചില്ല അല്ലേ? എല്ലാവരും കൂടെ ഒന്നിച്ച് വളരെ അപൂർവമായിട്ടാണ് ഞങ്ങൾ 3 പേരും ഒന്നിച്ച് കാണാറുള്ളത്. പക്ഷേ സ്റ്റുഡിയോയിൽ ഏതായാലും ഒന്നിച്ച് കിട്ടിയത് നന്നായി. പീഡിയാട്രിക്സിൻ്റെ പേഷ്യൻസും ഉണ്ടായിരുന്നു കുറേ. ഞാനിന്ന് കണ്ടത് മുഴുവനും വയറുവേദന എന്ന് പറഞ്ഞിട്ട് കുറേ ഇതായിരുന്നു. അഭിനവ് ഈ ഇടയ്ക്ക് വായിച്ചായിരുന്നോ ഈ ബ്രെയിൻ കട്ട് ആക്സസ് എന്നും പറഞ്ഞ് ഒരു പത്രത്തിലും ഉണ്ടായിരുന്നു, ബ്രെയിൻ കട്ട് ആക്സസ് എന്നും പറഞ്ഞ് ആർട്ടിക്കിൾസ് കുറച്ച്. അതെ, ഇപ്പോൾ പലപ്പോഴും സോഷ്യൽ മീഡിയ ഉൾപ്പെടെ എല്ലായിടത്തും ബ്രെയിൻ കട്ട് ആക്സസിനെ കുറിച്ചൊക്കെ ഒത്തിരി പബ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ബ്രെയിൻ കട്ട് ആക്സസ് ഇപ്പോൾ ഒരു ഹാപ്പനിങ് ടോപ്പിക് ആണല്ലോ. എല്ലാവരും കൂടുതൽ അതിലേക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റിയിട്ട് ഗട്ട് ബ്രെയിൻ ആക്സസ് ആക്കിയിരിക്കുകയാണ്. പുതിയ ടെർമിനോളജി അങ്ങനെ, കാരണം ഗട്ടാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ദാൻ ബ്രെയിൻ. സോ ബ്രെയിൻ ഗട്ട് ആക്സസിന് പറയുന്നതിന് ഇപ്പോൾ ഗട്ട് ബ്രെയിൻ ആക്സസ് അങ്ങനെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ശരി, ഒരു അച്ചുതണ്ടാണല്ലോ. അച്ചുതണ്ടാണ് സത്യം. തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളും ഈ ശരിക്കും പറഞ്ഞാൽ ഈ കുടലിൻ്റെ പ്രവർത്തനങ്ങളും ഇങ്ങനെ ലിങ്ക്ഡ് ആണെന്ന് ശരിക്കും വായിക്കുമ്പോഴാണ് മനസ്സിലാവണേ. കുടലിനെയല്ല നമ്മൾ സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത് അല്ലേ? സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയണത് കറക്റ്റ്. അത് എന്താ അങ്ങനെ പറയാൻ കാര്യം എന്തായിരുന്നു? സെക്കൻഡ് ബ്രെയിൻ, കുടലും ബ്രെയിനും കണക്റ്റഡ് ആണെന്നുള്ള രീതിയിലായിരിക്കണം. അല്ല, ഈ എൻഡറിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു നെറ്റ്വർക്ക് ഉണ്ട്. ബ്രെയിനിലുള്ള പോലെ തന്നെ ഇതെല്ലാം ഞരമ്പുകളാണല്ലോ, നെർവ്സ് ആണല്ലോ. അതെ. അപ്പോൾ അതിൻ്റെ മൊത്തത്തിലുള്ള അനാട്ടമിയും അതിൻ്റെ ആ ഓളിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ആസ് ബിഗ് ആസ് എ ബ്രെയിൻ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ക്രോസ് വയറിംഗ് ആണ്. ബ്രെയിനിൽ നിന്ന് ഇങ്ങോട്ട് സിഗ്നൽസ് വരുന്നു, ഗട്ടിൽ നിന്ന് അങ്ങോട്ട് സിഗ്നൽ പോകുന്നു. അത് തന്നെ പലതരത്തിലുള്ളതുണ്ട്. സിമ്പത്തറ്റിക് ഉണ്ട്, പാരാസിമ്പത്തറ്റിക് ഉണ്ട്, സൊമാറ്റിക് ഉണ്ട്. ഇതെല്ലാം കൂടെ വന്നത് വലിയൊരു ഹ്യൂജ് നെറ്റ്വർക്കാണ്. അപ്പോൾ ഇറ്റ് ഈസ് ആസ് ബിഗ് ആസ് എ ബ്രെയിൻ. അതാണ് തലച്ചോറും ബ്രെയിനുമായിട്ടുള്ള കോൺസെപ്റ്റ്. ഇറ്റ്സ് ആസ് ബിഗ് ആസ് എ ബ്രെയിൻ. അത് മാത്രമല്ല, അതിനകത്തുള്ള മോളിക്യൂൾസ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമ്മൾ പറയുമല്ലോ, ബ്രെയിനിലുള്ളതിൽ കൂടുതൽ സെറോട്ടോണിൻ ഉണ്ട്. നമുക്കറിയാം, സെറോട്ടോണിൻ ഉണ്ട്, ഡോപ്പമിൻ ഉണ്ട്, നോറട്ടിനാലിൻ ഉണ്ട്. ഇത് ബ്രെയിനിലും ഉണ്ട്, ഗട്ടിലും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇമോഷൻസ്, നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു സന്തോഷം വന്നു, ഡോപ്പമിൻ എന്നുള്ള മോളിക്യൂളാണ് നമ്മൾ സന്തോഷിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ എല്ലാ വികാരങ്ങളും എക്സ്പ്രസ് ചെയ്യുന്ന ഈ മോളിക്യൂൾ വഴിയാണ്. അപ്പോൾ ആ സെയിം മോളിക്യൂൾ തന്നെയാണ് നമ്മുടെ ഗട്ടിലുള്ളത്. അപ്പോൾ കുടൽ ചലിക്കണോ, കുടൽ ഡിസ്റ്റൻറ്റ് ചെയ്യണോ, കൺട്രാക്ട് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ഈ മോളിക്യൂൾസാണ്. ശരിക്കും ചിന്തിക്കുന്ന അവയവമാണ്, ബാക്കിയുള്ള അവയവങ്ങൾ പോലെയല്ല. അത് കൊള്ളാം. ഈ ഇടയ്ക്ക് ഈ ഒരു പേഷ്യൻ്റെ കാര്യം അതെനിക്കൊന്ന് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ചർച്ച ചെയ്യണമെന്നുണ്ടായിരുന്നു. ഒരു കുട്ടിയുടെ കാര്യമാണ്. അതായത് കുട്ടിയും അമ്മയായിട്ടാണ് വന്നത് എൻ്റെ അടുക്കെ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഈ കുട്ടിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വയറുവേദന വരും. അതായത് സ്കൂളിൽ പോണതിന് മുമ്പ് മാത്രമേ ഉള്ളൂ. ഓക്കെ. രാത്രി ഒരു കുഴപ്പമില്ല, വൈകുന്നേരം വന്നത് ഓടി കളിക്കും, അതൊക്കെ ചെയ്യും, അതിനൊരു കുഴപ്പമില്ല. സ്കൂളിൽ നിന്ന് ഇടയ്ക്ക് അതിനെ ചിലപ്പം വിളിച്ചുകൊണ്ട് വരേണ്ടി വരും, വയറുവേദന കാരണം. അപ്പോൾ ഇവർ പോയിട്ട് എല്ലായിടത്തും ചെക്കപ്പ് ചെയ്തു. അവസാനം ഒരു റെഫറൻസ് ലെറ്ററുമായിട്ട് എൻ്റെ അടുത്ത് വന്നേ. അപ്പം ഞാൻ അന്നേരമാണ് ഇപ്പോൾ ബിനോയ് ഇപ്പോൾ പറഞ്ഞ ഈ സംഗതി അതിനെപ്പറ്റി ആലോചിച്ചത്, ഈ ബ്രെയിൻ ഗട്ട് ആക്സസ് എന്ന് പറഞ്ഞ്. അതിന് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അങ്ങനെ ഇത് കേൾക്കുമ്പോൾ ആ കുട്ടിക്ക് വയറുവേദന വരുന്നു,
അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ മാത്രമേ ഉള്ളൂ. കറക്റ്റ് സ്കൂളിൽ പോകാൻ നേരമാകുമ്പോൾ അല്ലേ? ആ സ്കൂളിൽ പോകാൻ നേരമാകുമ്പോൾ നമ്മുടെ പിള്ളേർക്ക് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഓരോ സൂത്രപ്പണികളൊക്കെ ഉണ്ട്. ഈവൻ നമ്മൾ വലുതായി വന്ന കാലത്ത് അത് രണ്ട് തരത്തിലുണ്ട്. എനിക്ക് തോന്നുന്നു രണ്ട് തരത്തിലുണ്ട്. ഇപ്പോൾ അനിൽ പറഞ്ഞ സൂത്രപ്പണി പലപ്പോഴും ആ സ്കൂൾ അവോയ്ഡ് ചെയ്യാനായിട്ട്, ഒഴിവാക്കാനായിട്ട്, ഇപ്പോൾ പരീക്ഷ വരുമ്പോഴേക്കും പരീക്ഷയുടെ സമയത്ത് പരീക്ഷാ പനി എന്നൊക്കെ നമ്മൾ പറയാല്ലേ, പരീക്ഷ വരുമ്പോൾ ആ പരീക്ഷയിൽ നിന്ന് ഒഴിവാകാനായിട്ട് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് ചിലപ്പോൾ പനിയുണ്ടെന്ന് പറഞ്ഞ് മാറുന്നൊരു അവസ്ഥയുണ്ട്. സൂത്രപ്പണിയുണ്ട്, അറിഞ്ഞുകൊണ്ടൊപ്പിക്കുന്ന പണി. ഇത് കൂടാതെ ഇപ്പം നമ്മൾ പറഞ്ഞ അതേ സെയിം കാര്യം ബ്രെയിനും കട്ടും ആ ഇമോഷൻസ്. ഇപ്പം സ്കൂളിൽ പോകുമ്പോൾ ചെറിയൊരു സ്ട്രെസ്സുള്ള കുട്ടിയാണെങ്കിൽ അവൻ പോലും അറിയാതെ അവൻ്റെ ആ ബ്രെയിനിൽ നടക്കുന്ന ഇമോഷൻസ് കട്ടിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ രാവിലെ ഒരു ബുദ്ധിമുട്ട്. ചില പിള്ളേർക്ക് ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങിയില്ല, ഇനി വീണ്ടും വീണ്ടും ടോയ്ലറ്റിൽ പോകണം എന്നുള്ളൊരു ഫീലിംഗാണ്. സ്കൂൾ ബസ് പോകും. ഈ വേദന എവിടെ നിന്നാണ് വരുന്നത്? വേദന എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇമോഷൻസ് കൂടുതൽ വരുമ്പോൾ ആ മോളിക്യൂൾസ് തന്നെ നമ്മുടെ കുടലിലും പ്രവർത്തിക്കും. അങ്ങനെ വരുമ്പോൾ നോർമലി നമ്മുടെ കുടലിനൊരു കൺട്രാക്ഷനുണ്ട്, ചലനമുണ്ട്. അതായത് നമ്മൾ ആഹാരം കഴിക്കുന്നു, ആഹാരം കഴിക്കുന്നത് ദഹിക്കുന്നു, ആവശ്യമുള്ളത് വലിച്ചെടുക്കണു, അത് വേസ്റ്റ് ആവും, മലമാവും, ആ മലത്തിൻ്റെ പുറത്ത് കളയണം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കുടലൊരു നീണ്ട ട്യൂബാണ്. അപ്പോൾ ഇതിനകത്ത് സ്റ്റൊമക്കിൽ നിന്ന് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൺട്രാക്ഷൻസ്, അത് ദഹിപ്പിക്കണം. ഈ കഴിച്ച ഭക്ഷണമൊക്കെ ഗ്രൈൻഡ് ചെയ്യാനായിട്ട് സ്റ്റൊമക്ക് കൺട്രാക്ട് ചെയ്യും. അതിനുശേഷം ചെറുകുടലിൽ വരും. അപ്പോഴും വീണ്ടും ആ കൺട്രാക്ഷൻ ഉണ്ട്, റിലാക്സേഷൻ ഉണ്ട്, കൺട്രാക്ഷൻ ഉണ്ട്, റിലാക്സേഷൻ ഉണ്ട്, ചുരുങ്ങുന്നു, വികസിക്കുന്നു. വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ട്. അപ്പോൾ ചുരുങ്ങിയിരിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു സ്പാസത്തിലോട്ട് പോകും. കൺട്രാക്ട് ചെയ്യുമ്പം ആ സെൻസേഷൻ നമ്മുടെ ബ്രെയിനിലോട്ട് എത്തുമ്പോഴേക്കും ചുരുക്കമാണ്. അപ്പോൾ ആ ചുരുങ്ങുന്നതാണ് ആ വേദന ഉണ്ടാക്കുക. അതിൻ്റെ ഒരു പെർസെപ്ഷൻ, അതെങ്ങനെ നമ്മുടെ ബ്രെയിൻ അനുഭവിക്കുന്നു, അതൊരു ഹൈപ്പർ ആൾജീസിയ അല്ലെങ്കിൽ വിസറൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്നൊക്കെ പറയും. അപ്പോൾ കുട്ടിക്ക് അപ്പോൾ ജെന്യൂൻ ആയിട്ടുള്ളൊരു പ്രോബ്ലം ഉണ്ട്. അതല്ലാതെ അത് വെറുതെ നുണ പറയണമല്ല. അല്ല, അതാ പറഞ്ഞത്. സൂത്രപ്പണി അല്ലാതെ തന്നെ ഈ ഒരു ഇമോഷൻ വരുമ്പോൾ കുടലിൽ മാറ്റം വരും. അതേസമയം ആ കുടലിൻ്റെ സ്ട്രക്ചറലി യാതൊരു കുഴപ്പമില്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരു എൻഡോസ്കോപ്പ് ചെയ്ത് നോക്കി, എല്ലാവരും അൾട്രാസൗണ്ട് ചെയ്ത് നോക്കി, CT എടുത്ത് നോക്കി, കുടലെല്ലാം നോർമലാണ്. പക്ഷെ കുടലിൽ വരുന്ന ഫംഗ്ഷനിൽ വരുന്ന മാറ്റങ്ങൾ, മനസ്സിലായി, അതിൻ്റെ ആ മാറ്റം ആ ബ്രെയിൻ അതിനെ എങ്ങനെ കൺസീവ് ചെയ്യുന്നു, എങ്ങനെ അനുഭവിക്കുന്നു, അങ്ങനെ വരുമ്പോൾ അവന് വേദന വരും. അത് ശരി, അങ്ങനെയാണ് ഉണ്ടാവും. ആ കാര്യം ആ കുട്ടിയുടെ വളരെ ടിപ്പിക്കലായിരുന്നു. അതായത് സ്കൂളിൽ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ആ ആങ്സൈറ്റി ആ സമയത്തായിരിക്കും വരുന്നത്. രാവിലെ കഴിഞ്ഞിട്ട് അങ്ങ് പോകുന്ന സമയത്ത് പെയിൻ വരിക. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞ് കളിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, പിന്നെ ഇടയ്ക്ക് കണക്ക് ടീച്ചർ വന്ന പെയിൻ വരിക. പിന്നെ സ്കൂളിൽ വേറെ ബുള്ളിങ്ങോ അങ്ങനെ മറ്റു പിള്ളേരായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പലതും നമ്മൾ ചിന്തിക്കണേ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പോലും ഈ വേദന മാറണില്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സ്ട്രക്ചറലായിട്ടുള്ള കുഴപ്പങ്ങളോ നമ്മൾ നോക്കണം. കാരണം അത് പിന്നെ പറഞ്ഞത് ശരിയാണ്. പക്ഷെ അവരതൊക്കെ ചെക്ക് ചെയ്തു കേട്ടോ. അവരായിരിക്കും എൻഡോസ്കോപ്പി നോക്കി, അവർ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തു, ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തു, എല്ലാം നോർമലാന്ന് പറഞ്ഞ് അവസാനം നിവൃത്തിയില്ലാതെ നമ്മൾ എടുക്കിട്ട് വിടുന്നത്. അതിൽ പറഞ്ഞ പോലെ സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അവന് ഈ എനിക്കൊരു കുട്ടി ഉണ്ടായിരുന്നു. അവൻ്റെ പ്രോബ്ലം വെച്ചാൽ ഭയങ്കര ഗാഡ്ജറ്റ്സ് അഡിക്ഷനാണ്. അതായത് രാത്രിയിൽ അവൻ ഉറങ്ങിയില്ല, അച്ഛനും അമ്മയും കടന്നു കഴിഞ്ഞാൽ അപ്പൻ്റെയൊക്കെ അടുത്തുനിന്ന് മൊബൈൽ എടുത്ത് അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. 2 മണി 3 മണി ആകുമ്പോൾ ഉറങ്ങുള്ളൂ. രാവിലെ എണീറ്റുമ്പോഴേക്കും ഭയങ്കര മടി, സ്കൂളിൽ പോകുന്നില്ല, വേദന, പ്രയാസം, ബുദ്ധിമുട്ട്. അത് ചോദിച്ചു പിടിച്ച് വന്നിട്ട് ഇതാ സംഭവം. അത് ശരിക്കും പറയാം, നമ്മൾ ഒരുപാട് ഹിസ്റ്ററിയിലേക്ക് പിള്ളേരുടെ ഹിസ്റ്ററി എടുക്കാൻ എന്ത് പാടാന്നറിയോ. ഈ പേരൻസിനെ പറഞ്ഞു മനസ്സിലാക്കാനും പാടാണ്. കാര്യം ഈ അമ്മ എന്ന് പറയുന്ന വ്യക്തി ഇതിന് രോഗമാണ്, പിന്നെ അവരെങ്ങനെ വറീഡായിട്ടല്ലേ വരുന്നത്. അല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ആവശ്യമില്ലാതെ ഒത്തിരി ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. എനിക്ക് തോന്നുന്നു അവരുടെ ഡയറ്റും പിള്ളേരുടെ വളരെയധികം വ്യത്യാസമുണ്ട്. ഇപ്പോൾ ലേസ്, ബേക്കറി ഐറ്റംസ് ഒക്കെ ഇപ്പോൾ ഒരു ഡെയിലി നമുക്കൊക്കെ വീക്കെൻഡിലോ മന്ത്ലി വല്ലപ്പോഴൊക്കെ ഒരു ഗിഫ്റ്റ് പോലെ, സമ്മാനം പോലെ കിട്ടിയിരുന്ന സ്പെഷ്യൽ ഫുഡുകളെല്ലാം ഇപ്പോൾ ഡെയിലി അവൈലബിലിറ്റി ആയി. എസ്പെഷ്യലി ഇങ്ങനത്തെ ഈ പൊട്ടാറ്റോ ചിപ്സ് പോലത്തെ. അതല്ല ഈ പറയുന്ന കുടലിന്റെ മൂവ്മെന്റ് വിനോയ് പറയുന്നത് മാറ്റും. ഡയറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. ഡയറ്റിനെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഡയറ്റ് നമ്മൾ ചോദിക്കണം. ചില പ്രത്യേക ഭക്ഷണം ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. പക്ഷെ തിന്നില്ല, കുട്ടി തിന്നണില്ല എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരിക്കും. അപ്പോൾ കുറെ ഫീഡ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അല്ലേ, ഓവർ ഫീഡിങ്. ഓവർ ഫീഡ്. വേറൊരു കുട്ടി ഉണ്ടായിരുന്നു, അവർ എല്ലാ ദിവസവും നാരങ്ങ വെള്ളം ഒരു 4-5 ഗ്ലാസ് നാരങ്ങ വെള്ളം കഴിക്കും. അച്ചാറ് വെറുതെ ഇടയ്ക്ക് എടുത്ത് അച്ചാറ് തിന്നും. ആ കുട്ടിക്ക് സ്ഥിരം വയറുവേദനയായിരുന്നു. ആ ഡയറ്റ് അങ്ങോട്ട് ശരിയാക്കിയോടുകൂടെ വേദനയെല്ലാം മാറി. അപ്പോൾ ഡയറ്റും ഈ പറയുന്ന വേദനയ്ക്കൊരു കാരണമാണ് കുട്ടികളുടെ. ഈ ടെൻഷനോ ആങ്സൈറ്റി ഒന്നും അല്ലാതെ അല്ലേ. ഈ സ്കൂൾ ആങ്സൈറ്റി കണ്ടുപിടിക്കുന്നെങ്കിലും ഭയങ്കര പാടാണ് സ്കൂൾ ആങ്സൈറ്റി കണ്ടുപിടിക്കാനായിട്ട്. കാര്യം കുട്ടികൾ എത്ര ചോദിച്ചാലും പറയും ഒരു കുഴപ്പമില്ല എന്ന് പറയുള്ളൂ. അല്ല, ചില സമയത്തൊക്കെ നമ്മൾ സ്കൂളിലെ ഒരു ടീച്ചേഴ്സുമായിട്ടൊക്കെ സംസാരിക്കേണ്ടി വരും. സ്കൂളിൽ അവൻ്റെ ബിഹേവിയർ എങ്ങനെയാണ്, അവൻ്റെ കൂട്ടുകാരൊക്കെയാണ്, അവൻ ആരുടെയൊക്കെ കൂടെയാണ് കളിക്കുന്നത്, അവൻ സ്കൂളിൽ ആക്റ്റീവാണോ അതോ വിഡ്രോൺ ആണോ. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഈവൻ യു ഹാവ് ടു ലുക്ക് ഇൻ ടു അവരുടെ ഹാബിറ്റ്സ്.
മയക്കുമരുന്നുണ്ടോ അറിയില്ല. അത് പറഞ്ഞപ്പോഴാണ് അപ്പോൾ ഇത് ഇന്ന് ഈ ഓരോ കേസുകൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഞാനിപ്പോൾ ആലോചിച്ചു. പിന്നെ ഇപ്പോൾ ഈ മയക്കുമരുന്നിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു IT പ്രൊഫഷണൽ ഒരു അയാൾ 26 വയസ്സ് 27 വയസ്സേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ IT പ്രൊഫഷണൽസിന് നല്ല പൈസ ഉണ്ടല്ലോ. അവർക്ക് ഈ ട്രാൻസ്ക്രിപ്ഷൻ പരിപാടി ഉണ്ട്. രാത്രി ഇവരിരുന്ന് ഈ അമേരിക്കയ്ക്ക് ഉള്ള പരിപാടിയെല്ലാം ചെയ്യുന്നതിന് I think his work starts by around 2 o'clock and ends by 2 PM. അങ്ങനെ കണ്ട് ആ സമയത്ത് തീരുന്നത്. രാത്രി എന്നിട്ട് 2 മണിക്ക്. അപ്പോൾ ഇവൻ്റെ ഉറക്കം കംപ്ലീറ്റ് ഉൾട്ടയായി. മനസ്സിലായി. ഇവൻ്റെ കംപ്ലീറ്റ് ഇവൻ ഈ പകല് അവൻ ഈ 2 മണി വരെയും ഈ കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഇവൻ പറയണത് എൻ്റെ അടുക്ക വരുന്ന സിംറ്റം ഇതാണ്. അതായത് രാവിലെ ഉറക്കം അങ്ങോട്ട് ഒരു 3 മണിക്കൂറോ എങ്ങാണ്ട് കിട്ടുള്ളൂ. അത് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവർ ഈ രാത്രി ഉറക്കം നിൽക്കാനായിട്ട് കട്ടൻകാപ്പ് പിടിച്ചോണ്ടിരിക്കും. ഈ കട്ടൻകാപ്പ് പിടിച്ചുകൊണ്ടിരുന്ന ഉറക്കം ഇപ്പോൾ ശരിക്കും കിട്ടില്ല. പിന്നെ കമ്പ്യൂട്ടറിൻ്റെ ഇതായിരിക്കണം, ഈ ഒപ്റ്റിക് പൊല്യൂഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. ഇപ്പോൾ ഈ കണ്ണിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇയാൾക്ക് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു 6 മണി 6:30 ആകുമ്പോൾ അവൻ എണീക്കുന്ന സമയത്ത് പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകാൻ തോന്നും. അപ്പോൾ ഏതെങ്കിലും കാപ്പ് കുടിക്കും, പിന്നെ ടോയ്ലറ്റിൽ പോകാൻ തോന്നും. ഒരു 5-6 പ്രാവശ്യം ഈ ടോയ്ലറ്റിൽ പോക്ക് തന്നെയാണ്. അപ്പോൾ ഇയാൾ എന്നോട് ഒന്ന് പറഞ്ഞ് ആദ്യം പോകുന്നത് കുറച്ച് നോർമലായിട്ട് പോകും, പിന്നെ ഇങ്ങനെ ലൂസായിട്ട് പോകും. അപ്പോൾ ഈ പറയുന്ന കാര്യത്തിന് ആൾ പോയി കുറേ ചെക്കപ്പൊക്കെ ചെയ്തു, സ്റ്റൂളൊക്കെ ചെയ്തു, എല്ലാം നോർമലാണ്. അതുപോലെ തന്നെ ഗാസ്ട്രോൻട്രോളജിസ്റ്റിനെ കാണുമ്പോൾ പറഞ്ഞാൽ നമുക്ക് വന്നതാണ്. ഇപ്പം ഈ ബ്രെയിൻ കട്ടിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ചിന്ത തോന്നുന്നുണ്ടോ? എന്തായിരിക്കും? അല്ല, ഒന്നാമത് തന്നെ ആളുടെ സിക്കാഡിയൻ റിതം, അതായത് പകല് രാത്രി ആകെ പോയി കിടക്കുക. അതായത് നമ്മുടെ രാത്രി ആളുടെ പകലാണ്. പിന്നെ ആഹാര സമയമൊക്കെ ആകെ ക്രമം തെറ്റിയിട്ടാണ് പോകണം. അപ്പോൾ നമ്മുടെ ബോഡിക്ക് ഒരു ക്ലോക്ക് ഉണ്ടല്ലോ. അപ്പോൾ ആ ക്ലോക്ക് പ്രകാരം സമയമാകുമ്പോൾ ദഹിക്കാനായിട്ടുള്ള കെമിക്കൽസ് എല്ലാം ആമാശയത്തിലും കുടലിലും ഒക്കെ വരും. പക്ഷെ ആ സമയത്ത് ആൾ ഭക്ഷണം കഴിക്കുകയില്ല. ആ സമയത്ത് ആൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുക. ഈ ചായ എന്ന് പറയുന്നതും കാപ്പി എന്ന് പറയുന്നതൊക്കെ സ്റ്റിമുലൻസാണ്. അത് നമ്മുടെ ഉറക്കം കളയുന്ന പോലെ തന്നെ വയറിനകത്ത് ആസിഡൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ആഹാരം കഴിക്കേണ്ട സമയം മാറി തോന്നിയ സമയത്ത് കഴിക്കും. ഇങ്ങനെ കുടലിൻ്റെ കംപ്ലീറ്റ് ഫങ്ഷൻ ആകെ അങ്ങ് താളം തെറ്റുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് സാർ ഈ പറയുന്നത് കേട്ടിട്ട് മിക്കവാറും ആളുടെ കുടലിൻ്റെ ചലനങ്ങൾ ആകെ ഡിസ്റ്റർബ്ഡ് പറഞ്ഞ നേരത്തെ തന്നെയാണ്. ഫൈനലി ഇതെല്ലാം ഫങ്ഷണലായിട്ട് ഡിസ്റ്റർബൻസ് വരുവാണ്. അതെ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത് നമ്മളെങ്ങനെ കറക്റ്റ് ചെയ്യും? ഇപ്പം ഇയാളുടെ ജോലി കളയാൻ പറയാൻ പറ്റുമോ? എനിക്കില്ല. ഞാനെങ്ങനെ അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത്? അതാണ് എൻ്റെ ബുദ്ധിമുട്ട് വന്നത്. ഞാനിപ്പോഴും ആലോചിച്ചു, ഇയാൾക്ക് ഈ രാത്രി മുഴുവനുള്ള പണി അയാളോട് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് വയറ്റുപഴപ്പല്ലേ അത്? അങ്ങനെയല്ലേ ഈ പറഞ്ഞ പോലെ ഒരു ഡയറ്റ് കൗൺസിലിംഗ്, അയാൾ എന്തൊക്കെ ആണ് കഴിക്കുന്നത്. ഇപ്പോൾ ഡയറ്റിനകത്ത് തന്നെ FODMAP ഡയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പലതരം ഒരു ഫാഷനല്ലേ FODMAP? ഞാൻ കേട്ടിട്ടുണ്ട്. അനിൽ കഴിഞ്ഞ പറയുന്നുണ്ടായിരുന്നു FODMAP ഡയറ്റ്. FODMAP ഡയറ്റ്. ഇപ്പോൾ FODMAP എന്ന് പറയുന്നത് ഫെർമെൻറ്റബിൾ ഒളിഗോസാക്രൈഡ്, ഡൈസാക്രൈഡ്, മോണോസാക്രൈഡ് ആൻഡ് പോളിയോൾസ്. അതായത് ഒരു പ്രത്യേക ഗണത്തിൽപ്പെട്ട കാർബോഹൈഡ്രേറ്റ്സും ഷുഗർ, ആൽക്കഹോൾസ് ഒക്കെയാണ് സ്ഥിരം കഴിക്കുന്ന പറഞ്ഞാൽ. ഇപ്പോൾ ഇതിൻ്റെ കോൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. അതായത് ഈ FODMAPs അടങ്ങിയ ആഹാരങ്ങൾ, അധികമായിട്ട് അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുമ്പോൾ അത് നമ്മുടെ കുടൽ അത് പൂർണ്ണമായിട്ട് അതിനെ ദഹിക്കില്ല. ഒരു പാതി ദഹിച്ച പരുവത്തിൽ വൻകുടലില്ലാതെ എത്തും. വൻകുടലിൽ നമ്മുടെ എല്ലാവർക്കും കോടിക്കണക്കിന് ബാക്ടീരിയ ഉണ്ടല്ലോ. ആ ബാക്ടീരിയ ഈ പറഞ്ഞ പാതി ദഹിച്ച ഫുഡിൽ പോയി അതിൻ്റെ ബാക്ടീരിയയുടെ തന്നെ സ്വയം ഊർജ്ജത്തിന് ആ ഫുഡ് എടുത്ത് അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് കുറേ ഗ്യാസുകളുണ്ടാവും. അപ്പോൾ അതിൽ ഹൈഡ്രജൻ ഗ്യാസ് മുതലായ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് പലർക്ക് ബ്ലോട്ടിങ്, വയറ് വീർക്കുന്ന പ്രവണത, വയറ്റിൽ നിന്ന് കൂടെ പോകാനുള്ള തോന്നൽ, അപ്പോൾ അതൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഈ IT പ്രൊഫഷണൽസിൻ്റെയൊക്കെ ഫുഡിൻ്റെ പാറ്റേൺ ഒക്കെ കംപ്ലീറ്റ് തെറ്റായിരിക്കും. അവർ ഈ സ്വിഗ്ഗിയൊക്കെ വാങ്ങിച്ചല്ലേ കഴിച്ചുകൊണ്ടിരിക്കണേ? ഫുൾ ടൈം അതായിരിക്കും. ബാച്ചിലേഴ്സ് ആണ്. ഈ ലേറ്റ് അവേഴ്സിലുള്ള വർക്ക്, ഫുഡ്, അതിൻ്റെ കൂട്ടത്തിൽ ചില പുള്ളിക്കാരന് സ്മോക്കിങ്ങും അതുപോലെ വേറെ എന്തെങ്കിലും വൈസസ് ഉണ്ടോന്ന് അറിയില്ല. ഈ FODMAP തിയറി എന്ന് പറയുന്നത് ഒരു ജെന്യുവൻ ആയിട്ട് ഈ ഒരു സാർ പറയുന്ന ഇപ്പോൾ ഈ IT പ്രൊഫഷണൽ ലെവലിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്ക ആൾക്കാർക്കും ഈ കോള, പെപ്സി അങ്ങനത്തെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അധികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ശീലം ഉണ്ടാവും. അപ്പോൾ ഇത് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് എന്ന് പറയുന്ന സാധനമാണല്ലോ ഇത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് എന്ന് പറയുന്നത് ഹൈ FODMAP ഉള്ള ഒരു സാധനമാണ്. അപ്പോൾ ബോട്ടിൽ ജ്യൂസസ്, എയറേറ്റഡ് ബെവറേജസ്, പെപ്സി, കോള, ഫ്രൂട്ടി എല്ലാം ഉപേക്ഷിക്കണം. വല്ലപ്പോഴും ഒരു കൊതിക്കുരിച്ച് കഴിക്കുന്നല്ലാണ്ട് അതൊരു നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ വിശക്കുമ്പോൾ പെട്ടെന്നെടുത്ത്. എനിക്കൊരു ഗെയിമർ ഉണ്ടായിരുന്നു. ആള് ഗെയിം ടെസ്റ്റ് ചെയ്യുന്ന ജോലിയാണ്. ആള് ജോലിക്ക് കയറിയ
72 മണിക്കൂറാണ് ആൾ ഒന്നിച്ചിരിക്കുക. ആളുടെ കയ്യിൽ ഒരു കുപ്പി ഉണ്ട്, ആൾ യൂറിൻ പാസ് ചെയ്യുന്ന പോലെ കുപ്പിയിൽ കാലത്ത് എഴുന്നേക്കാൻ പറ്റില്ല, കണ്ടിന്യൂസ് ഗെയിമിങ്ങാ. അപ്പോൾ ആൾ സ്വിഗ്ഗി ബർഗറും പിസ്സ ഓർഡർ ചെയ്യും, വിശക്കുമ്പോഴൊക്കെ അതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി. അപ്പോൾ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ വരുമ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ IT പ്രൊഫഷണലോട് ചോദിക്കണമായിരുന്നു അയാളുടെ ഡയറ്ററി പാറ്റേൺ മുഴുവൻ. ഞാൻ പിന്നെ മുഴുവൻ അങ്ങോട്ട് ഇറങ്ങിയില്ലായിരുന്നു. ഇതൊക്കെ ഒരു ഓർഡർ ചെയ്യുമ്പോൾ ഒരു കോംബോ ആയിട്ടാണ് വരുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു ചിപ്സ് കിട്ടും, ഒരു കോള കിട്ടും, ഒരു ബർഗർ മാത്രം ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ കോംബോ വരും, എന്നാൽ പിന്നെ അത് ഓർഡർ ചെയ്യും. ഇതെല്ലാം കഴിക്കും, വീണ്ടും അത് തന്നെ. ഞാൻ ആ കാപ്പി കുടിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ഈ കഫൈൻ ഡയറിയ എന്നും പറഞ്ഞ് ഒരെണ്ണം വായിച്ചായിരുന്നു. അതായത് എക്സസ് കോഫി വിൽ പ്രൊഡ്യൂസ് ഡയറിയ എന്ന്. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു കാപ്പി ഒരു ഇച്ചിരി കുറയ്ക്കുകയായിരുന്നു. ഇയാളൊരു 5-8 കാപ്പി എങ്ങാണ്ടും കുടിച്ച് തീർക്കുന്ന പറയണേ രാത്രി. അപ്പോൾ അത് പിറ്റേ ദിവസം പ്രോബ്ലം ഉണ്ടാക്കാം, പിന്നെ ഈ ആങ്സൈറ്റി കൂട്ടാം, ഉറക്കമില്ലായ്മ ഉണ്ടാക്കാം. പിന്നെ ഈ ഒപ്റ്റിക് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ രാത്രി മുഴുവൻ ഇരുന്ന് ഈ കണ്ണിനകത്തേക്ക് ഈ ലൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പാത്വേ ഉണ്ടല്ലോ, ഒപ്റ്റിക് എന്ത് പാത്വേ, അതിൻ്റെ പേരൊക്കെ മറന്നുപോയി. കണ്ണിന്ന് ഈ നമ്മുടെ ഈ എഴുന്നേറ്റിരിക്കുന്ന മിഡിൽ ബ്രെയിനകത്തേക്ക് ഒരു ഡയറക്റ്റ് ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ ഇങ്ങനെ കണ്ടിന്യൂസ് നോക്കിക്കൊണ്ടിരിക്കുന്നു രാത്രി, അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു, TV കണ്ടുകൊണ്ടിരിക്കുന്നു, നമ്മുടെ ആ ഒപ്റ്റിക് പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ യു വോണ്ട് സ്ലീപ്പ് ആൻഡ് ഇറ്റ് ചേഞ്ചസ് യുവർ ഗട്ട്. ഈ ഇൻഡസ്ട്രൈൻ്റെ മൂവ്മെന്റ് എല്ലാം മാറ്റും. ഈ പറയുന്ന ബ്രെയിനിലുണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും ഗട്ടിൽ റിഫ്ലക്റ്റഡ് ആവും. മോശം വരുമ്പോൾ ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും, ചിലപ്പോൾ ബ്ലോട്ടിംഗ് ആയിരിക്കും, പിന്നെ അവർക്ക് എക്സസൈസ് ഇല്ല, പെയിൻ, കാരണമില്ലാത്ത വയറുവേദന. വയറുവേദനകൾ. അത് എക്സസൈസ്, ദാറ്റ്സ് എ ഗുഡ് പോയിന്റ് കേട്ടോ. ഞാൻ ഇയാളോടും പറഞ്ഞു, IT കാരനോടും പറഞ്ഞു, രാവിലെ പറ്റുവാണെങ്കിൽ എണീറ്റ് ചിലർ ഓട്. ഈ രാവിലെ അപ്പോൾ ഗപ്പസിൽ പോണ ടെൻഡൻസി ഒന്ന് കുറഞ്ഞു കിട്ടുന്നു. ഈ എക്സസൈസ് ഇൻഡസ്ട്രീൻ്റെ ഈ മോട്ടിലിറ്റി അല്ലെങ്കിൽ കൺട്രോളിന് എന്തുമാത്രം ഇതുണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട് അതിനകത്ത്? എക്സസൈസ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഒരു ഫീൽ ഗുഡ് ഫാക്ടറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ മൈൻഡ് എല്ലാം നമ്മൾ റിലാക്സ്ഡ് ആവുക. അങ്ങനെ വരുമ്പോൾ നല്ല മോളിക്യൂൾസ് കുടലിൽ കൂടും. നല്ല മോളിക്യൂൾസ് കുടലിൽ കൂടുമ്പോൾ കുടലിൻ്റെ സെക്രീഷൻ, കുടലിൻ്റെ മോട്ടിലിറ്റി, കുടലിൻ്റെ കൺട്രാക്ഷൻ എല്ലാം നല്ലതാവും. അത് നല്ലതാകുമ്പോൾ കുടലിൽ നല്ല ബാക്ടീരിയ ഉണ്ടാവും. ഇപ്പോൾ ഈ അതിൻ്റെ ബാക്ടീരിയയെ കുറിച്ച് പറഞ്ഞില്ലേ, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കുടലിലൊക്കെ കൊടാനുകൂടി സൂക്ഷ്മാണുക്കളുണ്ട്, മൈക്രോബയോട്ട എന്ന് പറഞ്ഞിട്ട്. അത് ഈ ബ്രെയിൻ ഗട്ട് ആക്സിസിനെ പോലെ തന്നെ ഒരു പുതിയ ഇവോൾവിങ് കോൺസെപ്റ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഇതിനെ കൺട്രോൾ ചെയ്യാനും ബാക്ടീരിയക്ക് സാധിക്കും. ഞാനൊരു ആ ഒരു സ്ഥലത്ത് ഇത് വായിച്ചിട്ടുണ്ട്. അതായത് ഈ നമ്മളുടെ വിസർജനമാണല്ലോ ഈ മലമായിട്ട് പുറത്തേക്ക് പോകുന്നത്. അതെ, അത് തന്നെ ശുദ്ധീകരിച്ച് നമ്മുടെ വേറെ ആൾക്ക് ഇൻസ്റ്റോൾ ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റിനെ പറ്റിയൊക്കെ, അതൊക്കെ ശരിയാണോ? ഉള്ള ട്രീറ്റ്മെന്റ് ആണ് ഇപ്പോൾ. അങ്ങനത്തെ ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ. ചില അസുഖങ്ങൾക്ക് അത് ഒരുവിധം നല്ല എഫക്റ്റീവായിട്ട് പറയുന്നുണ്ട്. ഒത്തിരി അസുഖങ്ങൾക്ക് അതൊരു എക്സ്പെരിമെന്റൽ തെറാപ്പി ആയിട്ട് വരുന്നുണ്ട്. ഈ ശുദ്ധീകരിച്ച നമ്മുടെ മലത്തിന്റെ കണ്ടന്റ് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 80% ഈ പറയുന്ന ബാക്ടീരിയയും ഫംഗസൊക്കെയാണ്. അപ്പോൾ അതിനെ ശുദ്ധീകരിച്ചെടുത്തു കഴിഞ്ഞാൽ അത് നല്ല ബാക്ടീരിയ ആണ്. അല്ല, ശുദ്ധീകരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ബാക്ടീരിയ എല്ലാം കൊന്നിട്ടാണോ? അല്ല, ബാക്ടീരിയ കൊന്നു കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ല. അതിനകത്തുള്ള ബാക്ടീരിയ എല്ലാം വേണം. ബാക്ടീരിയക്ക് വേണ്ടിയിട്ടാണ്. ഓ ശരി, ബാക്ടീരിയക്ക് വേണ്ടിയിട്ടാണ്. ഫീക്കൽ ട്രാൻസ്പ്ലാന്റേഷൻ. അതായത് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളെ കഴിഞ്ഞും കൂടുതൽ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലുണ്ട്. അതാണ്. അപ്പോൾ അത് കുടലിന്റെ പ്രവർത്തനം ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുക, ഫങ്ഷണൽ കപ്പാസിറ്റി. അതായത് നമ്മുടെ കുടലിൽ അവർ ജീവിക്കുക. അത് ബാക്ടീരിയ ഉണ്ട്, കൂടുതലും ബാക്ടീരിയ ആണ്. കുറച്ച് ഫംഗസ് ഉണ്ട്, ആ ഈസ്റ്റ് ഇല്ലേ, ഈസ്റ്റ് ഉണ്ട്. കൊളസ്ട്രോളിന്റെ കൊളസ്ട്രോൾ ആൻഡ് ബാഡ് കൊളസ്ട്രോൾ, ബാക്ടീരിയ ആൻഡ് ബാഡ് ബാക്ടീരിയ. അപ്പം ഈ പലപ്പോഴും നമ്മൾ കേട്ടിട്ടില്ല ആന്റിബയോട്ടിക് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഡയറിയ വരുന്നു. അതെന്തുകൊണ്ടാണ്? ഈ ആന്റിബയോട്ടിക് എന്ന് കഴിയുമ്പോഴേക്കും ഈ ബാക്ടീരിയയൊക്കെ നശിപ്പിക്കുക. അപ്പം നമ്മളൊരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ന്യൂമോണിയയ്ക്ക് വേണ്ടിയിട്ട് ആന്റിബയോട്ടിക് കൊടുക്കുക. ന്യൂമോണിയ ഉണ്ടാക്കുന്ന ആ അണുക്കളെ മാത്രമല്ല മറ്റുള്ള കുടലിലുള്ള നല്ല ബാക്ടീരിയ കുറച്ച് നശിച്ചു പോകും. മനസ്സിലായി. അപ്പോൾ ഇതൊരു സന്തുലിതാവസ്ഥയിലാണ് നിൽക്കുന്നത്. കുറച്ച് നല്ല ബാക്ടീരിയ, ഒരു 80% നല്ല ബാക്ടീരിയ, 20% ചീത്ത ബാക്ടീരിയ, അത് കുടലിന് നമ്മുടെ ശരീരത്തിനും വേണ്ട എല്ലാ ഗുണത്തിനും വേണ്ട എല്ലാ പദാർത്ഥങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാം നന്നായിട്ടൊരു ധാരണയിൽ അവരെങ്ങനെ സെറ്റപ്പിൽ പോവുകയാണ്. അപ്പോഴാണ് ഈ ബാക്ടീരിയ ആൻറ്റിബയോട്ടിക് വന്നിട്ട് നല്ല ബാക്ടീരിയ നശിപ്പിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അവർ ഡിസപ്റ്റഡ് ആവും. അപ്പോൾ ഈ കുടലിൻ്റെ പ്രവർത്തനം, അനിൽ പറഞ്ഞിട്ടുണ്ട്, ഈ കുടലിൻ്റെ ഊർജ്ജത്തിന് വേണ്ടിയിട്ട് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് എന്ന് പറയും. അത് നമ്മുടെ കുടലിൽ ഉണ്ടാക്കുന്ന ഈ ബാക്ടീരിയ. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ പ്രവർത്തനം കുറയും, ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് കുറയും. അങ്ങനെ വരുമ്പോൾ കുടലിൻ്റെ പ്രവർത്തനം മോശമാവും. അത് ചിലപ്പോൾ ഡയറിയ. ഇതിൻ്റെ ഒരു പ്രത്യേക പിന്നെ ഇപ്പോൾ പറഞ്ഞില്ലേ ആൻറ്റിബയോട്ടിക്കിൻ്റെ കാര്യം. ഒരു ബിസിനസ്സുകാരൻ വന്നിരുന്നു. അയാൾ ഒരുപാട് മരുന്ന് കഴിക്കുന്നത്. അയാൾക്ക് ഷുഗറുണ്ട്, പ്രഷറുണ്ട്. പക്ഷെ അയാളുടെ പ്രോബ്ലം എന്ന് പറയുന്നത് അയാൾ വൈകുന്നേരം ഇച്ചിരി സ്മോളൊക്കെ അടിക്കും, ഇച്ചിരി സിഗരറ്റും വലിക്കും. അപ്പോൾ പുള്ളി ഇച്ചിരി ചീട്ടും കളിക്കണം. ഇപ്പോൾ കാശുണ്ടാക്കുന്ന പാർട്ടീസാണല്ലോ. ഇപ്പോൾ ഈ ക്ലബ്ബിൽ പോയിട്ട് വൈകിട്ട് ഇച്ചിരി ചീട്ടുകളിയുണ്ട്. അപ്പോൾ കുറച്ച് സിഗരറ്റ് വലിക്കും, കുറച്ച് കള്ളു കുടിക്കും.
പക്ഷേ പുള്ളിയുടെ പ്രോബ്ലം എന്ന് പറയുന്നത് പുള്ളിക്ക് രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഇടയ്ക്ക് പുള്ളി എണീക്കുകയാണ്, ശ്വാസം മുട്ടി എണീറ്റ് എന്തോ സാധനം പൊളിച്ച് തട്ടി വായിലേക്ക് കയറി വരുന്നു. ഇതാണ് പുള്ളി എന്നോട് പറഞ്ഞ സിംറ്റം. അപ്പോൾ നേരത്തെ ആളൊരു 8 മണി 9 മണിയാകുമ്പോൾ ക്ലബിൽ നിന്ന് വന്നു കഴിഞ്ഞ് ഭക്ഷണം വീട്ടിൽ നിന്നാണ് പക്ഷേ കഴിക്കണത്. പുള്ളി ക്ലബിൽ നിന്ന് കള്ളു മാത്രമേ കുടിക്കാറുള്ളൂ. എന്നിട്ട് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചും കയറി കിടക്കും. അപ്പോൾ തന്നെ മിക്കവാറും കിടക്കും എന്നാണ് പറഞ്ഞത്. നല്ല വണ്ണം ഉണ്ടോ? കുറച്ച് വണ്ണമുള്ള പ്രകൃതിയാണ്. കാര്യം ടിപ്പിക്കൽ ബിസിനസ് ആയതുകൊണ്ട് ഇവിടെ കയ്യിലൊരു ഗോൾഡ് ചെയിനൊക്കെ ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് വേണേൽ ഇപ്പോൾ സക്സസ്ഫുൾ ബിസിനസ് മാൻ ആണെന്ന് തോന്നുന്നു. ഞാൻ എന്ത് ബിസിനസ്സാണെന്ന് ചോദിച്ചില്ല. അപ്പോൾ ഇയാളുടെ സിംറ്റം ഇതാണ്. അപ്പം നൈറ്റ് വന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ പുള്ളിക്ക് എല്ലാം കൂടെ തേട്ടി കയറി വരും. ആളെന്നിട്ട് വയറ് ഇങ്ങോട്ട് ഇച്ചിരി ബ്ലോട്ട് ചെയ്യും. അപ്പോൾ പുള്ളി എഴുന്നേറ്റ് കുറച്ച് നേരം നടക്കും. രാത്രി ചുമക്ക് ഉറക്കം വരുന്നില്ല, പുള്ളിക്ക് കംഫർട്ടബിളായിട്ട് ഉറക്കം വരുന്നില്ല. പിന്നെ പിറ്റേ ദിവസം ആകുമ്പോഴും വയറിങ്ങനെ വീർത്തിരിക്കുന്നു. അപ്പോൾ ഞാൻ എക്സാമിൻ ചെയ്തപ്പോൾ കുറച്ച് ഫാറ്റ് ഉണ്ട്, കുറച്ച് വയറ് വീർത്തിരിക്കുന്നത്, കുറച്ച് ആൾക്ക് ഫാറ്റ് ഉണ്ട്. പക്ഷെ അത് പുള്ളി പറയണത് ഞാനിപ്പോൾ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അധികം കഴിക്കേണ്ട, കുറച്ച് കഴിക്കുമ്പോൾ തന്നെ എൻ്റെ വയറിങ്ങനെ വീർത്ത് പൊട്ടാറായ പോലെ ഇരിക്കണേന്ന്. അപ്പോൾ ഭാര്യ വിചാരിച്ചു ഭാര്യ ഭയങ്കര ബഹളമാണ് അയാളുടെ ഈ സ്മോക്കിങ്ങും ഇതൊക്കെ കാരണം. പുള്ളിക്കാരത്തി ഭയങ്കര വഴക്കായിരുന്നു. എന്നിട്ട് ഫുഡൊക്കെ മാറ്റി, എന്തോ മില്ലറ്റോ ഇതൊക്കെ കൊടുക്കാൻ, പുതിയ സംഭവം മില്ലറ്റ് കൊടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴും സംഗതി ഇത് തന്നെ, പുള്ളിയുടെ സിറ്റുവേഷൻ മാറുന്നില്ല. ഞാൻ അത് കുറച്ച് ഈ കുടലിൻ്റെ ചലനമൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കൊടുത്തു. ഇപ്പോൾ പിന്നെ ഇതൊക്കെ പറയുമ്പോൾ ഈ ആൻറ്റിബയോട്ടിക്കിൻ്റെ കാര്യം ഗുഡ് ബാക്ടീരിയ ഒക്കെ പറയുമ്പോൾ അതിൻ്റെ അകത്ത് വല്ല ഇൻവോൾവ്മെൻറ്റ് ഇതിനകത്ത് ഉണ്ടാവുമോ? വോട്ട് യു ഫീൽ അബൌട്ട് ഇറ്റ്? ഇതെനിക്ക് തോന്നുന്നത് നമ്മൾ ഈ റീഫ്ലക്സ് ഇല്ലേ, അതായത് പുള്ളിയുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഇട്ട് പുള്ളിക്കാരൻ ഇച്ചിരി വണ്ണമുണ്ട്, എക്സസൈസ് ഇല്ല, വൈകിട്ട് 2 അടിച്ചു. എന്തുകൊണ്ട് വയറിങ്ങനെ പെട്ടി പോലെ വീർത്ത് വരുന്നത്? ബ്ലോട്ടിങ്ങിനെ കുറിച്ച് അല്ലേ രാത്രി എണീറ്റ് അതുണ്ടാവും കേട്ടോ. ഈ ബാക്ടീരിയ സ്മോൾ ഇൻറ്റെസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് എന്നൊരു അവസ്ഥയുണ്ട്, സിബോ എന്ന് പറയും. അതായത് നമ്മുടെ ആക്ച്വലി ഈ ബാക്ടീരിയ എല്ലാം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ലാർജ് ബൗളില്ല, കോണലില്ല. ചില ആൾക്കാർക്ക് ഈ ചെറുകുടലിനകത്ത് ഈ ബാക്ടീരിയ കയറി വരും. അങ്ങനെ വരുന്ന ആ ബാക്ടീരിയയുടെയൊക്കെ പ്രവർത്തനം കൊണ്ട് ഈ ഗ്യാസുകൾ ലാർജ് ഇൻഡസ്ട്രിയിലും സ്മോൾ ഇൻഡസ്ട്രിയിലൊക്കെ കൂടുതലുണ്ടായിട്ട് കുറച്ച് ബ്ലോട്ടിംഗ് ഒക്കെ ഉണ്ടാവാം. അതൊരു കാരണമായിരിക്കും. ആളുടെ മൊത്തത്തിൽ ആളുടെ ഡയറ്റ് ആകെ മോശമായിരിക്കാം. ഇപ്പൊ ഒരു ബിസിനസ്സുകാരെന്ന് പറഞ്ഞ ആള് ചിലപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് ഒരു ഫോൺ വന്നു, പെട്ടെന്ന് ഇറങ്ങിപ്പോയി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ 12 മണിയാകുമ്പോഴാണ് കഴിക്കുന്നത്. ഈ പറഞ്ഞ പോലെ രാത്രി വീട്ടിലെത്തി ചിലപ്പോൾ 12 മണി 1 മണിയൊക്കെ ആകുമ്പോഴും ആൾ ഡിന്നർ കഴിക്കുന്നത്, കഴിച്ച ഉടനെ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. മിക്ക ദിവസവും പുറത്തുനിന്നുള്ള ഫുഡായിരിക്കും. ആകെ കുടലിനകത്തുള്ള ബാക്ടീരിയയുടെ താളം ബാലൻസ് ആകെ തെറ്റിയിട്ടുണ്ടാവും. ചെറുകുടലിൽ സാറ് പറഞ്ഞ പോലെ തന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് ഉണ്ടാവും. കാര്യം പുള്ളിക്ക് ഇച്ചിരി ഷുഗറൊക്കെ ഉണ്ട്. ഈ ഷുഗറും ഇതുമായിട്ട് ബന്ധമുണ്ടോ? ഈ ഇൻറ്റസ്റ്റൈൻ്റെ ബാക്ടീരിയയും ഗ്രോത്തും ഒക്കെ ആയിട്ട് ഷുഗർ ഉള്ളവരിൽ ഈ ഓവർ ഗ്രോത്ത് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഷുഗർ വരുമ്പോഴേക്കും അവിടെ അപ്പൻസിസ് ചലനം കുറയും കുടലിൻ്റെ. ഈ പ്രത്യേകിച്ചും കുറച്ച് നാൾ ഷുഗർ ഉണ്ടാകുമ്പോൾ ന്യൂറോപ്പതി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ഈ പെരിഫറൽ ന്യൂറോപ്പതി, കൈക്കും കാലിനും മരവിപ്പുണ്ടാകുന്ന പോലെ തന്നെ കുടലിൻ്റെ മൂവ്മെൻറ്റ് കുറയും. കുറച്ചൊരു സ്റ്റാഗ്നേഷൻ കുടലുണ്ടാകുമ്പോഴേക്കും ബാക്ടീരിയക്ക് പ്രോലിഫറേറ്റ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഫൈനലി ഈ പറയുന്ന സംഗതികളൊക്കെ കുടലിൻ്റെ ഫങ്ഷണൽ കപ്പാസിറ്റി ഓഫ് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ മൂവ്മെൻറ്റ് അതിനൊക്കെയാണ് ഈ ബാധിക്കുന്നത്. ഈ 3 കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഇതെല്ലാം മേളിൽ നിന്നാണ് കൺട്രോള്. അത് താഴേന്നും മേളുമായിട്ടൊരു ക്രോസ് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഈ പുള്ളിനെ ശരിയാക്കണമെങ്കിൽ, ഈ ബിസിനസ്സുകാരനെ ശരിയാക്കണമെങ്കിൽ ഞാൻ എന്തൊക്കെ പറയണം? അയാളോട് കള്ളൂടി നിർത്താൻ പറയണം, സ്മോക്കിംഗ് നിർത്താൻ പറയണം. അപ്പോൾ പുള്ളിയോട് ചോദിക്കും എന്തിനാ ജീവിക്കണേന്ന്. അല്ല, കുറേ കാര്യങ്ങൾ നമ്മൾ ക്വാളിറ്റി നഷ്ടപ്പെടാതെ തന്നെ പലപ്പോഴും നന്നായിട്ടൊക്കെ ചെയ്യാൻ പറ്റും. കാരണം പുള്ളിക്കാരന് ഇച്ചിരി എക്സസൈസ് ചെയ്യാമല്ലോ, എക്സസൈസ് ചെയ്യാം, പുള്ളിയുടെ ഷുഗർ കൺട്രോൾ ആക്കാം, ഈ പറയുന്ന പോലെ പാർട്ടിക്കൊക്കെ പോകാം. പക്ഷേ കുറച്ച് നേരത്തെ ഡിന്നർ കഴിക്കുക. ഉദാഹരണത്തിന് റീഫ്ലക്സ് കുറയ്ക്കാനായിട്ട് നേരത്തെ ഡിന്നർ കഴിക്കുക, ഒരു 3 hours സമയം കൊടുക്കുക. അങ്ങനെയൊക്കെ ഒത്തിരി മാറ്റം വരുത്താൻ പറ്റും. ഗുഡ് ലൈഫ് എൻജോയ്സ് പാർട്ടീസ് ആൻഡ് കമ്പനി, അതെല്ലാം ചെയ്യാനും പറ്റും. വല്ലപ്പോഴും ഒരു സോഷ്യൽ ഡ്രിങ്കിങ് പോലെ. അതെ. അപ്പോൾ ഈ പറയുന്ന സ്മോക്കിംഗ് ആക്ച്വലി എന്ത് ഈ പറയുന്ന കുടലിനകത്ത് എന്ത് വ്യത്യാസം ഉണ്ടാക്കുന്നത്? നമ്മളെല്ലാവരോടും സ്മോക്കിംഗ് ഹാർട്ടിനകത്ത് കുടൽ എൻ്റെ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഇത് കേട്ടല്ലേ നമ്മളെല്ലാം. പക്ഷേ കുടലിനെ പറ്റി ആരും ഇതുവരെ സ്മോക്കിങ്ങിനെ പറ്റി പറഞ്ഞു കേട്ടില്ലല്ലോ. അപ്പോൾ ഈ പുള്ളി സ്മോക്ക് ചെയ്യണ്ടേ, ഞാൻ നിർത്തിക്കോളാൻ പറഞ്ഞു. അത് നിർത്തണത് ഞാൻ പറഞ്ഞു ലങ്സിനും ഹാർട്ടിനൊക്കെ നല്ല, അയാൾക്ക് ഡയബറ്റീസും ഉണ്ട്, അത് കാരണം നിർത്തിക്കോളാൻ പറഞ്ഞു. ഇൻഡസ്ട്രീനകത്ത് ആക്ച്വലി ഭയങ്കര റോളുണ്ടോ ഇതിനകത്ത് സ്മോക്കിംഗ്? റോളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പുള്ളിയുടെ മെയിൻ പ്രശ്നം ഈ തികട്ടിൽ റീഫ്ലക്സ്.
ഇപ്പോൾ റീഫ്ലെക്സ് വരുന്നത് എന്തുകൊണ്ടാണ്? ഈ സ്റ്റൊമക്കിലെ കണ്ടൻസ് എല്ലാം കാരണം ഫുഡ് പൈപ്പിലോട്ട് കയറി വരണം. അത് വാൽവുണ്ട്. ആ വാൽവിൻ്റെ ആ ഒരു ടെൻഷൻ, അതിൻ്റെ പ്രഷർ, സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രഷർ കുറവായിരിക്കും, വാൽവ് ആവുന്നു. പിന്നെ അൾസേഴ്സ് ഉണ്ടെങ്കിൽ, ഇപ്പം സ്മോക്കിംഗ് കൊണ്ട് തന്നെ അൾസർ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലായിരിക്കും. പക്ഷേ അൾസറുള്ള ആൾക്കാരുടെ അൾസർ ഹീലാവത്തില്ല, മരുന്ന് കഴിച്ചാൽ അൾസർ ഹീലാവത്തില്ല. അത് ഞാൻ വായിച്ചായിരുന്നു. പിന്നെ പറഞ്ഞ കാര്യം, ഇപ്പോഴത്തെ ലോകത്തിലെ നമ്പർ 2 കോസ് അല്ലേ എച്ച് പൈലോറി, ഏതൊരു ബാക്ടീരിയ കഴിഞ്ഞാൽ സംഭവം സ്മോക്കിംഗ് ആണ്. കറക്റ്റ്. പിന്നെ പാൻക്രിയാസിൽ, അത് പാൻക്രിയാസിൽ ക്യാൻസർ ഉണ്ടാക്കും. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് പറഞ്ഞ പുതിയ അസുഖം, അത് ക്രോൺസ് ഡിസീസ് ഉള്ള ആൾക്കാർക്ക് അത് കൂടുതൽ പ്രശ്നമാണ്. പക്ഷേ ഒരു തമാശ ഉണ്ട്, ഒരസുഖം സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കുറവാണ്. പ്രിവെന്റ് ചെയ്യല്ലേ, അൾസറേറ്റീവ് കൊളൈറ്റിസ് അത് കുറവാണ്. അതാണ് അവര് അൾസറേറ്റീവ് കൊളൈറ്റിസ് ഉള്ള ആൾക്കാർ സ്മോക്കറാണെന്ന് വിചാരിച്ചു, പെട്ടെന്ന് സ്മോക്കിംഗ് നിർത്തി കഴിഞ്ഞാൽ അസുഖം കൂടും. അങ്ങനെയുണ്ട്. അതുകൊണ്ട് അത് ലോകത്തിലെ സ്മോക്ക് ചെയ്യുന്ന പുണ്യാളന്മാർക്കൊക്കെ വലിയ ഗുഡ് ന്യൂസ് ആയിരിക്കുമല്ലോ. ഇപ്പൊ പുണ്യാളുടെ കാര്യം പറഞ്ഞ പോലെയാ, സ്മോക്ക് ചെയ്യുന്ന സംതിങ് കോൾഡ് തന്നെ ക്ലർജിമാൻസ് ഡിസീസ് എന്നോ. സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഡിമെൻഷ്യ വരാൻ സാധ്യത കുറവാണ്. പണ്ട് ഈ പാതിരിമാരൊന്നും സ്മോക്ക് ചെയ്തില്ലായിരുന്നു. അപ്പം ഈ പാതിരിമാർക്കൊക്കെ ഡിമെൻഷ്യ വരാൻ സാധ്യത കൂടുതൽ. അങ്ങനെ കുറച്ച് സ്മോക്കിങ്ങിന് ചെറിയ ചെറിയ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഷെർലോക്ക് ഹോംസ് ഇല്ലേ, ഷെർലോക്ക് ഹോംസ് വായിച്ചിട്ടുണ്ടോ? പിന്നെ ഷെർലോക്ക് ഹോംസിനകത്ത് ആ പുള്ളിക്ക് തോട്ട് വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് സ്മോക്കും കുറച്ച് ഇതും ചെന്നാലേ പുള്ളിക്ക് അത് വരുള്ളൂ, അല്ലെങ്കിൽ തോട്ട് വരില്ല. അങ്ങനെയൊക്കെ വളരെ ചെറിയൊരു ബെനിഫിറ്റേ ഉള്ളൂ. അതുകൊണ്ട് ഒരു കാരണവശാലും സ്മോക്കിംഗ്, ഞാൻ ഈ മനുഷ്യനോട് സ്മോക്കിംഗ് വേണ്ടാന്ന് ഞാൻ പറഞ്ഞത്. അയാളുടെ സ്മോക്കിങ്ങും ഡ്രിങ്കിങ്ങും പിന്നെ ഈ ഭക്ഷണം കഴിച്ച ഉടനെ പോയി കിടക്കുന്ന പരിപാടി, ഇമ്മീഡിയറ്റ് ആയിട്ട് പോയി കിടന്നു കഴിഞ്ഞാൽ ഈ സാധനം എല്ലാം കൂടെ കുപ്പി ആയിരിക്കണ പോലെ തകട്ടി വരും. അല്ല, അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത് ഇപ്പോൾ ഒരു ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ സാധനം എൻഡോസ്കോപ്പി ചെയ്യും. അപ്പോൾ എൻഡോസ്കോപ്പി ചെയ്ത് കഴിയുമ്പോഴേക്കും യു ഫൈൻഡ് റീഫ്ലക്സ് ഡിസീസ്, സംതിങ് കോൾ ഹയാറ്റസ് ഹെർണിയ എന്ന് പറഞ്ഞിട്ട് ആ വാൽവ് ലൂസായിരിക്കുന്നു. അപ്പോൾ നമുക്കൊരു എൻഡോസ്കോപ്പിക്കലി അതിന് എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ പുതിയ പുള്ളി അത്ര ഭയങ്കരമായിട്ടൊരു കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഒരാളെ പോലെ എനിക്ക് തോന്നിയില്ല. ഞാൻ മരുന്ന് കൊടുത്തു വിട്ടു, താങ്ക് യു ഡോക്ടർ എന്നും പറഞ്ഞു പോയി. പക്ഷേ ഫോളോ അപ്പിന് വരുമോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. കാര്യം അവരുടെ തിരക്കിൻ്റെ ഇടയിൽ അതിനിടയ്ക്ക് ഒരു കൺസൾട്ടേഷൻ വന്നു, വലിയ രോഗമൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പാക്കി ജസ്റ്റ് വെന്റ് ഓൺ. ഐഡിയലി ഇയാള് മരുന്നും ഡയറ്റും ലൈഫ് സ്റ്റൈലൊക്കെ കറക്റ്റ് ചെയ്തിട്ട്, അതെ, എന്നിട്ടും ഫെയിൽ ആവാത്തൊരു സിറ്റുവേഷനിലാണ് സാർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർജറി ചെയ്തിട്ട് ഈ പറയുന്ന ഹയാറ്റസ് ഹെർണിയ കുറയ്ക്കുന്നു, ടൈറ്റ് ആക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഈ പുള്ളി ഉണ്ടല്ലോ, ഈ പറഞ്ഞ ബിസിനസ്സുകാരൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഒരു കാര്യം എന്നോട് പറഞ്ഞ, പുള്ളിയുടെ മകള്, പുള്ളിക്ക് വയസ്സ് 60 കണ്ടായി, പുള്ളിയുടെ മകള് കല്യാണം കഴിച്ചു വിട്ട് അല്ല അതല്ല, അതിൻ്റെ അകത്ത് കല്യാണം കഴിച്ച് വിട്ടിട്ട് ആ വീട്ടിൽ പോയി, ഭർത്താവിൻ്റെ വീട്ടിൽ പോയിട്ട് ഈ കുട്ടിക്ക് വയറ്റിന്ന് പോകുന്നില്ല. എന്ത് ചെയ്താൽ മലബന്ധം കോൺസ്റ്റിപ്പേഷൻ. അപ്പോൾ ചെന്ന ഉടനെ കുട്ടി ഭയങ്കര എംബാരസ്ഡാണ്. കാര്യം അതങ്ങനെ അമ്മായിയമ്മയോടും ഭർത്താവിനോടൊന്നും പറയാൻ പറ്റില്ല. ഈ കുട്ടി കടിച്ചു പിടിച്ചിരുന്നു. അതും കഴിഞ്ഞ് ഇവര് എനിക്ക് വേണമെങ്കിൽ 5-6 ദിവസം കഴിയുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് കല്യാണം കഴിച്ച ഉടനെ അവിടെ പോയി കഴിഞ്ഞ് ഈ കുട്ടിക്ക് കംപ്ലീറ്റ് കോൺസ്റ്റിപ്പേഷൻ ആയിരുന്നു. അപ്പോൾ ഈ പുള്ളി പോയി, വീട്ടിൽ പോയി, അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് തിരിച്ചു പോകുന്നു. എന്നിട്ട് മോള് തിരിച്ചു വന്നപ്പോൾ വീട്ടിലെത്തിയ ഉടനെ ഈ കുട്ടി ഓടി ബാത്റൂമിലേക്ക്, അതിന് കംഫർട്ടബിൾ ആയിട്ട് വെയിറ്റ് ചെയ്യുന്നു. അല്ല, ഇതിനകത്ത് ഞാൻ ആലോചിക്കായിരുന്നു, ബിനോയ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിനകത്ത് ഈ ബ്രെയിൻ ഗട്ട് ആക്സസ് എന്ന് പറയുന്ന ഈ സിറ്റുവേഷൻ്റെ ഒരു നല്ലൊരു ഡെപ്പിക്ഷൻ അല്ലായിരുന്നു അത്. എനിക്ക് അങ്ങനെ തോന്നിയത്. ഇതേപോലെ തന്നെ ഒരു പെൺകുട്ടി കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുത്ത് വന്നു, അമ്മയും മോളും കൂടെ വന്നേ. അമ്മ പറയുന്നത് ഭർത്താവിൻ്റെ വീട്ടിലാകുമ്പോൾ വയറ്റിന്ന് പോവില്ല, സ്വന്തം വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ അത് കേട്ട ഉടനെ എൻ്റെ മനസ്സിൽ തോന്നിയത്, ഇപ്പോൾ രണ്ടിടത്തും വയറ്റിന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തോ കാര്യമായി കുടലിന് പ്രശ്നമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിപ്പോൾ സാറ് പറഞ്ഞ പോലെ എന്തോ ബ്രെയിൻ ഗട്ട് ആക്സസിൽ പറ്റിയൊരു ഡിഫക്റ്റ് ആയിരിക്കും. അപ്പോൾ അവിടെ പോകുമ്പോൾ കൊച്ചു ആങ്സൈറ്റികൾ, പുതിയ വീട്ടിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ, കുറച്ച് ടെൻഷനുകൾ, ഇതെല്ലാം ചിലപ്പോൾ ഈ പറഞ്ഞ കുടലിൻ്റെ കെമിക്കൽസിനെയും ചിലപ്പോൾ ഓൾട്ടർ ചെയ്യുന്നുണ്ടാവാം. ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന വേറൊരു സംഭവം ഉണ്ടല്ലോ, ഇപ്പോൾ ചിലർക്ക് ഒരു ഹോട്ടലിൽ പോയി തങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒരു പുറത്ത് ഒരു ട്രാവലിന് പോകുമ്പോഴോ ഒക്കെ അവർക്ക് അവിടുത്തെ ടോയ്ലറ്റിൽ പോകാൻ ഒക്കില്ല, സ്വന്തം വീട്ടിൽ തിരിച്ചു വന്നാലേ പോകാൻ ഒക്കാൻ പറ്റുള്ളൂ. അതിപ്പോൾ ഒരു ഫാഡ് അങ്ങനെ ഹൈജീൻ ഫാഡ്സ്, ചിലർക്ക് ഹൈജീൻ ആയിരിക്കും അതിനകത്തുള്ള ഇഷ്യൂ. അല്ല, നല്ല ഹോട്ടലിൽ നല്ല ബാത്റൂം ആയിരിക്കും. ഒരു സിറ്റുവേഷണൽ കോൺസ്റ്റിപ്പേഷൻ ആണ് ഈ പറഞ്ഞ. ഈ ഇവൻ നന്നായിട്ടൊരു മലശോധന കിട്ടണമെങ്കിലും ഒത്തിരി കാര്യങ്ങളുണ്ട്. ട്രെയിൻ യാത്ര പോണ ഒരു കഥ അല്ലല്ല,
ഇതിന്റെ മുമ്പിലത്തെ ആഴ്ച ഏതൊരു ഒരു പേഷ്യന്റ് കാര്യം പറഞ്ഞായിരുന്നു, ട്രെയിൻ യാത്രയ്ക്ക് പോയിട്ട് 18 ദിവസം വയറ്റിൽ പോയില്ല. അല്ല, കാരണം നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കണം, അറ്റ്മോസ്ഫിയർ കണ്ടൂസീവ് ആയിരിക്കണം, ബാത്റൂം നല്ലതായിരിക്കണം. ഈ ഒത്തിരി ആൾക്കാർക്ക് ക്യൂ നിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അത്, കാരണം അതും ഈ പറഞ്ഞ പോലെ അൾട്ടിമേറ്റ്ലി നമ്മുടെ ആ ബ്രെയിൻ കട്ടാണ്, കട്ട് ബ്രെയിൻ ആക്സിസ് ആണ്. ഫൈനലി തലച്ചോറും ഇതും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ഭീകരമാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് അല്ലേ. ആ പെൺകുട്ടിയോട് നമുക്ക് അവര് വെള്ളം കുടിക്കുന്നത്, ഇപ്പോൾ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോകുമ്പോൾ വെള്ളം കുടിക്കുന്നതൊക്കെ കറക്റ്റാണ്, ആവശ്യത്തിന് ഫൈബർ ചെല്ലുണ്ടോ, ബേസിക് ആയിട്ടുള്ള അങ്ങനെ ചില ഡയറ്റൊക്കെ നോക്കിയിട്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ഈ പ്രാക്ടീസിൽ, ഇപ്പോൾ എൻ്റെ പ്രാക്ടീസിൽ ഞാൻ ചിലപ്പം ചില കാര്യങ്ങളൊന്നും ഇൻവെസ്റ്റിഗേറ്റ് അധികം ചെയ്യാറില്ല, ഓരോ എക്സ്പീരിയൻസ് കൊണ്ട് അങ്ങ് ട്രീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. ആക്ച്വലി നമ്മളിതിനെ മുഴുവൻ അങ്ങോട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമോ ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻ വരുമ്പോൾ? അതായത് ഇപ്പോൾ വൻകുടലിലേക്ക് കോളോണോസ്കോപ്പി, എൻഡോസ്കോപ്പി, അൾട്രാസൗണ്ട് ഇതെല്ലാം ചെക്ക് ചെയ്യുമോ? അതെയോ നമ്മൾ ഇതിനൊരു സിറ്റുവേഷണലായിട്ട് അങ്ങ് ട്രീറ്റ് ചെയ്യുകയാണോ? എന്താ അനിലിൻ്റെ ഇപ്പോൾ സാർ ഈ പറഞ്ഞ സിറ്റുവേഷൻ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഈ കുട്ടിക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആള് വീട്ടിൽ വരുമ്പോഴും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായേനെ. കറക്റ്റ്. അപ്പോൾ കുടല് വർക്ക് ചെയ്യുന്നുണ്ട്, അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചും നമ്മുടെ മാനസികാവസ്ഥയോ എന്താണെന്നനുസരിച്ചിട്ട് അത് ചിലപ്പോൾ നോർമലാവുന്നുണ്ട്, അബ്നോർമൽ ആവുന്നുണ്ട്. എന്നിരുന്നാലും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇതൊരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണല്ലോ, മാരീഡ്, സിംഗിൾ ടു മാരീഡ്. അപ്പം അങ്ങനത്തെ ഒരു സ്റ്റേറ്റിൽ വരുന്ന കുറേ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ട്. ഉദാഹരണത്തിന് തൈറോയിഡ്, അങ്ങനെ എന്തെങ്കിലും പുതിയതായിട്ടുള്ള ഒരു ബോഡിയിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടോ? അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് നോക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൊളനോസ്കോപ്പിയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് ആളൊന്ന് ഡയറ്റും അങ്ങനെയൊക്കെ ഒന്ന് നോക്കിയിട്ട് അതായിരിക്കും തോന്നുന്നു, അല്ലേ സാറേ? പലപ്പോഴും ഒരു ഗാസ്ട്രോഎൻട്രോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ആ മാപ്പിൽ നമ്മൾ കുടലിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഈ കുടലിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ. പലപ്പോഴും ഇൻവെസ്റ്റിഗേഷൻ എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും വരാറുള്ളത്, കാര്യം ഒപ്പീനിയന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരാറുള്ളത്. അപ്പോൾ അത് കാരണം കേട്ടിട്ട് എല്ലാം ഇതെല്ലാം കഴിഞ്ഞിട്ടും കൗൺസിലിംഗ് കൊടുത്തു, തൈറോയിഡൊക്കെ നോക്കി, ഡയറ്റ് നോക്കി, എല്ലാം കഴിഞ്ഞിട്ടും കോൺസ്റ്റിപ്പേഷൻ മാറണില്ലെങ്കിൽ പിന്നെ ഈ ഹോർമോണൽ തകരാറുകളും ഈ കുടലിൻ്റെ മൂവ്മെൻറ്റും മാറ്റാം അല്ലേ? ഈ ശരിക്കും പിന്നെ ഇപ്പോൾ പറഞ്ഞ തൈറോയിഡ് ഹോർമോണിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ ഏതൊക്കെ ഹോർമോൺസ് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത് ശരിക്കും? ഹോർമോൺ, തൈറോയിഡും, പിന്നെ എനിക്ക് കാൽഷ്യം പോലത്തെ കാൽസ്യം നോക്കാം, ഡെഫിനറ്റ്ലി ഷുഗർ, കാൽസ്യം, തൈറോയിഡ് ഹോർമോൺസ് ഇതെല്ലാം ചെക്ക് ചെയ്ത് മാത്രം ചെക്ക് ചെയ്യണം മാറാതെ വരുന്ന സാഹചര്യത്തിൽ. പലപ്പോഴും നമ്മൾ ഓവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വരുന്നത് പാരൻസിൻ്റെ നിർബന്ധപ്രകാരമായിരിക്കും. അവരുടെ സ്ട്രെസ്സ്, അവരെന്താ മാറാത്തതെന്ന് പറഞ്ഞ് ഈ ബ്രെയിൻ കട്ട് ആക്സസ് നമ്മളിപ്പോൾ ഗാസ്ട്രോഎൻട്രോളജി ആംഗിളിലാണോ നമ്മൾ അതിനെ കണക്കാക്കുന്നത്, അതേ ഒരു സൈക്കാട്രി ആംഗിളിലാണോ? എനിക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരുന്നത് ഇതാണ്. അതായത് ഇത് നമ്മൾ ആക്ച്വലി ഒരു സൈക്കോളജിസ്റ്റിനെ എടുക്കേണ്ടി വിടണോ, അതെ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യണോ, നമ്മൾ കറക്റ്റാണോ ചെയ്യണമെന്നുള്ളത്? വിനായക്ക് എന്താ തോന്നുന്നത്? ആക്സിസ് എന്ന് പറയുന്ന ഒരു നോർമൽ ഫിസിയോളജിക്കൽ ഫിനോമിനൻ ആണ് അതുകൊണ്ട്. ഓക്കെ, ഈ ആക്സിസിനകത്ത് വരുന്ന എക്സാഗ്രേഷൻസ്, അതായത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് തന്നെ അതിൻ്റെ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു ആംഗിളിൽ ഒരു എക്സാഗ്രേറ്റഡ് റെസ്പോൺസ് വരുവാണെങ്കിൽ, ഉദാഹരണത്തിന് ഒരാൾ ഭയങ്കര ആങ്ഷ്യസ് ആണ്, അല്ലെങ്കിൽ ഒരാൾക്ക് ഭയങ്കര ഡിപ്രഷനുണ്ട്, അയാൾ ഭയങ്കര വറീഡാണ്, അല്ലെങ്കിൽ ഒരു വലിയൊരു മേജർ ലൈഫിലൊരു സ്ട്രെസ് ഉണ്ടായി, അതിന് ശേഷം ഇതൊക്കെ വരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ മാത്രം പോരായിരിക്കും. ഇപ്പോൾ നമ്മളൊരു പേഷ്യൻ്റ് ഐഡൻറ്റിഫൈ ചെയ്തു, ഈ പറയുന്ന ഈ സിറ്റുവേഷൻ, ആ കുട്ടി കല്യാണം കഴിഞ്ഞു ഉടനെ ചെന്നപ്പോഴേക്കും കോൺസ്റ്റിപ്പേഷൻ വരിക, അവർക്കത് ഭയങ്കര ഒരു സ്ട്രെസ് ഉണ്ടാക്കുന്ന സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ അത് ഭയങ്കര ആൻസൈറ്റി ആണ് എന്നുള്ളത്, അതിൽ ഒത്തിരി ഡിപ്രഷൻ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മളൊന്ന് സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോടെ വരേണ്ടി വരും. ഒന്നോ രണ്ടോ വിസിറ്റ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുക ആളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണെന്ന്. ഇപ്പോൾ ഈ പറയുന്ന ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോമും കുടലിലെ ചലന വ്യത്യാസമൊക്കെ നോർമലി ഉണ്ടാവാം, പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരിൽ ഒരു സൈക്യാട്രിക് മോബിലിറ്റി ഉള്ള ആൾക്കാർക്ക് അത് കൂടുതലാണ്. അപ്പോൾ ജനറലി ഇതൊക്കെ ക്രമീകരിക്കാനായിട്ട് ഇപ്പോൾ സെറോട്ടോണിൻ കൂട്ടാനും കുറയ്ക്കാനും ഡോപ്പമിൻ കൂട്ടാനും കുറയ്ക്കാനൊക്കെ നമ്മൾ മരുന്നുകൾ കൊടുക്കാറുണ്ട്, പല മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആ മരുന്നുകൾക്ക് ഒരു പ്രതികരണം കിട്ടുന്നില്ല, മാത്രമല്ല ആൾ ഭയങ്കര ആങ്ഷ്യസ് ആണ് എന്ന് നമുക്ക് തന്നെ തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ കാണിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ നേരത്തെ പറഞ്ഞ കുട്ടികളും ഇപ്പം നമുക്ക് സ്കൂളിൽ എന്താ സംഭവിക്കണേന്ന് അറിഞ്ഞുകൂടാ, എന്താണ് വയറുവേദന വരുന്നത്, അവിടെയും ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റ് ഇൻവോൾവ് അതെ, അത് ഒരു കളക്റ്റീവായിട്ടുള്ള എഫേർട്ട്, ഒരു ടീം എഫേർട്ടാണ്. അപ്പോൾ അതിനകത്ത് പേരൻസ് ഡെഫിനറ്റ്ലി ഇൻവോൾവ് ആവണം, പേരൻസുമായിട്ട് നമ്മൾ സംസാരിക്കണം, സ്കൂളിൽ അവരുടെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കാൻ പറ്റിയാൽ അത് വേണം, ടീച്ചേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് കാര്യങ്ങൾ ശരിയാവുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി കൗൺസിലിംഗ്, സൈക്യാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ്. പക്ഷെ ഒരു ചെറിയ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന സ്റ്റിൽ കേട്ടോ, കാര്യം
അത് പേരൻസിൻ്റെ ആണെങ്കിലും അവർ നമ്മുടെ സോഷ്യൽ സ്റ്റിഗ്മയാണ്. അതായത് സൈക്കാട്രിസ്റ്റിൻ്റെ അടുക്കായിട്ട് എഴുതുമ്പോൾ അതിനെന്താ എനിക്ക് മെൻ്റൽ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ, എൻ്റെ വയറിൻ്റെ ഗ്യാസിനോ അല്ലെങ്കിൽ വയറിൻ്റെ സിംറ്റംസിനോ അല്ലേ ഞാൻ വന്നത്, പിന്നെ എനിക്ക് എന്താ അപ്പോൾ ചില സമയത്ത് ഫോഴ്സ്ഡ് ആവും നമ്മൾ. അതായത് നമ്മൾ തന്നെ സൈക്കാട്രി മരുന്നൊക്കെ എഴുതി കൊടുക്കും. അല്ല, നമ്മൾ സൈക്കാട്രി ആയിട്ടല്ല ഇത് ട്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇറിറ്റബിൾ ബവലിന് കൊടുക്കുന്ന മരുന്നുകൾ അങ്ങനെയാണ്. അപ്പം ജനറലി ഞാനെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഡയഗ്രാംസ് ഒക്കെ കാണിച്ചു കൊടുക്കും. ഇത് കുടലിലെ ചലനം, ഈ മോളിക്യൂൾസ് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ തലച്ചോറ്. അതിനകത്ത് ഇപ്പം കൂടുതൽ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇൻ ദ സെൻസ് കൂടുതൽ മോളിക്യൂൾസ് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് അബ്നോർമൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ തരുന്ന മരുന്ന് മാത്രം പോരാമായിരിക്കും. അത് ഒരു മനസ്സിനൊരു ചികിത്സയുടെ ആവശ്യമുണ്ട്. അങ്ങനെ പറഞ്ഞ് അവരെ ഒന്ന് കൺവിൻസ് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ജനറൽ ഗ്യാസ്ട്രോളജി അല്ലെങ്കിൽ ഒ പിയിൽ കാണുന്ന 80% ഇങ്ങനത്തെ ഉള്ള അസുഖങ്ങളല്ലേ നമ്മൾ ശരിക്കും പോലെ ജെന്യുവിനായിട്ട് നമ്മളൊരു ഇൻ്റർവെൻഷൻ ഗ്യാസ്ട്രോൻട്രോളജി വേണ്ട അസുഖങ്ങളെക്കാളും ഓൾമോസ്റ്റ് 80% നമ്മൾ കാണുന്ന ഔട്ട് പേഷ്യൻ്റ് ക്ലിനിക് എന്ന് പറയുന്നത് ഈ ബ്രെയിൻ കട്ട് ആക്സസ് ആണ്. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ കേട്ടോ. കാര്യം ഇത്രയും വർഷം അതെ തീർച്ചയായിട്ടും അതാണ്. ഇപ്പം അതാണല്ലോ നമ്മൾ IBS എന്ന് പറയുന്നത്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. IBS എന്ന് പറയുന്നത് നല്ലൊരു പേര് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇറിറ്റബിൾ ബവൽ. കുടലിനെ ഇറിറ്റേറ്റ് ചെയ്യരുത്. കുടലിനെ ഇറിറ്റേറ്റ് ചെയ്താൽ കുടൽ അബ്നോർമലായിട്ട് ബിഹേവ് ചെയ്യും. വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ് എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ ഈ ബിസിനസ്സുകാരൻ്റെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പലപ്പോഴും, ഇപ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് തന്നെ നമ്മൾ രാത്രി TV കണ്ട് ചിലപ്പോൾ ഉറങ്ങിപ്പോവും. TV അവിടെ നടന്നുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഉറങ്ങി എപ്പോഴോ പുലർച്ചെ നമ്മൾ എഴുന്നേറ്റ് TV-ലൊരു ശബ്ദം വരുമ്പോഴായിരിക്കും പെട്ടെന്ന് എഴുന്നേക്കുക, അത് ഓഫ് ചെയ്യും. രാവിലെ എഴുന്നേറ്റാലും പൂർണ്ണമായിട്ട് ഉറക്കം മാറിയിട്ടുണ്ടാവില്ല, ഒരു ക്ഷീണം. അപ്പോൾ എങ്ങനെ ഞാൻ അതിനെപ്പറ്റി വായിച്ചു നോക്കിയപ്പോഴൊരു 3-2-1 റൂളിനെ പറ്റി ഞാൻ പഠിച്ചത്. അത് 3 hours കിടക്കുന്നതിന് മുമ്പ് ലാസ്റ്റ് മീൽ ഭക്ഷണം കഴിഞ്ഞിട്ടുണ്ടാവണം. വെരി ഇമ്പോർട്ടൻറ്റ്. 2 hours മുമ്പ് ലാസ്റ്റ് ലിക്വിഡ് കഴിഞ്ഞിട്ടുണ്ടാവണം. 1 hour മുമ്പ് ഇലക്ട്രോണിക്സ് എല്ലാം മാറ്റി വെക്കണം. ഈ ഇലക്ട്രോണിക്സിൻ്റെ മൊബൈലും TV എല്ലാം ഉൾപ്പെട്ടു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ മൈൻഡും ബോഡിയും ഗട്ടും എല്ലാം ഹെൽത്തി ആവുന്ന കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടില്ലേ, അത്താഴം അത്തിപ്പഴത്തോടെ കഴിക്കാതെ. അതായത് അതിന്റെ കാരണം ഇതായിരിക്കും, ഈ റിഫ്ലക്സ് കൺട്രോൾ ചെയ്യാനും ഇങ്ങനെയുള്ള കാര്യത്തിന്. അതുകൊണ്ട് ഈ ഡിന്നർ ഷുഡ് ബി എ വെരി ലൈറ്റ് ഡിന്നർ ആൻഡ് ഷുഡ് ബി ടേക്കൺ ഏർലി. അതെ, സായിപ്പന്മാരൊക്കെ 6 മണിയായിരിക്കും ഭക്ഷണം. സത്യം, വെസ്റ്റേണേഴ്സ് 6 മണിക്ക് കഴിക്കും. അവർ 6 മണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ഗ്ലൂക്കോസ് സർജ് എന്ന് പറഞ്ഞൊരു സാധനം വരുന്നവരാണ്. പിന്നെ അവർ കഴിച്ചു കഴിഞ്ഞാൽ ആ സർജ് വരുമ്പോഴേക്കും ഉറക്കത്തിനെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ പൊതുവേ നല്ല ഉറക്കം നല്ല വയറിന് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. വെരി കറക്റ്റ്. എനിക്ക് വളരെ ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയിരിക്കുന്ന ഒരു സബ്ജക്റ്റ് അത് ബ്രെയിൻ കട്ട് ആക്സസ്. ഞാനത് ഇനി നമ്മൾ ഗട്ട് ബ്രെയിൻ ആക്സിസ് ഗട്ട് ബ്രെയിൻ ആക്സസ്. അപ്പോൾ കാരണം ഇപ്പോൾ മനസ്സിലായില്ല എന്തുമാത്രം കാര്യങ്ങളാണ് നടക്കുന്നത്. സത്യം. ഇപ്പോൾ സ്പോക്ക് അബൌട്ട് ഹോർമോൺസ്, ബ്രെയിനിൻ്റെ ഫങ്ഷനിങ്ങിൻ്റെ റിഫ്ലക്ഷൻ. ഇവിടെ ഒരു ചൊല്ലില്ലേ പണ്ട് ഇംഗ്ലീഷിൽ കുറേ ഇഡിയംസ് പോലെ, ഹി ച്യൂ മോർ ദാൻ ഹി ക്യാൻ, ഹി ബിറ്റ് മോർ ദാൻ ഹി ക്യാൻ, ഹി ബിറ്റ് മോർ ദാൻ ഹി ക്യാൻ ച്യൂ. ശരിക്കും അത് ബ്രെയിനിനെ പറ്റിയാണ് പറയുന്നത്. അതായത് അവന് ഉൾക്കൊള്ളാവുന്നതിനേക്കാളും കൂടുതൽ അവൻ എടുത്തു. അതാണ്. അപ്പോൾ ഹി ബിറ്റ് മോർ ദാൻ ഹി കുഡന്റ് ഡൈജസ്റ്റ് വാട്ട് ഐ സെഡ്. മനസ്സിലായില്ലേ? അവന് ദഹിച്ചില്ല ഞാൻ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അവന് മനസ്സിലായില്ലെന്നോ അല്ലെങ്കിൽ അവന്റെ ബ്രെയിനിനെ നമ്മൾ ദീസ് തിങ്സ് ആർ പ്രോബ്ലി റിലേറ്റഡ് ഡയറക്ട്ലി ടു ദ ഗട്ട്. ഇറ്റ്സ് എ വെരി സൂപ്പർ. ഏതായാലും ഇങ്ങനെ ഒന്ന് കണ്ടുമുട്ടാൻ സാധിച്ചതിലും ഇത് ഡിസ്കസ് ചെയ്യാൻ സാധിച്ചതിലും താങ്ക് യു വെരി മച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നിങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.